Hi all, Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. ഇന്ന് നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. ബേബിക്ക് 2 വയസ്സാവാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ നിർത്തണം. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യം ഇന്നാളെ എനിക്ക് കേൾക്കാനിടയായി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഒന്ന് മെസ്സേജ് ചെയ്തത് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ പറയാവേ. അപ്പം ഞാൻ രാവിലെ ഇതേ ലഞ്ച് ബോക്സിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇച്ചു ബേബി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആൾ നല്ല കരച്ചിലാണ്, എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ മിണ്ടാതെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ കയ്യിലെടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും പകരത്തിന് കൊടുക്കണം. അങ്ങനെ പീഡിയാട്രീഷ്യനത്ത് ചോദിച്ചപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ അപ്തം മിൽക്ക് ഗോൾഡിൻ്റെ ഫോർമുല മിൽക്ക്. അപ്പോൾ അത് ഞാനിതേ ബോട്ടിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിൽസൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വയറുവേദനയൊക്കെ വരും. അപ്പോൾ അതേ ഞാനൊരു 6 സ്കൂപ്പ് ഓഫോളം ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് വാം വാട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഫോർമുല മിൽക്ക് സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. അതിൽ എല്ലാ ന്യൂട്രിയൻസും ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇതിൽ വന്നിട്ട് DHA, RA, വൈറ്റമിൻ D and K, പിന്നെ വൈറ്റമിൻ A, C and E ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡൈജഷനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് വന്നിട്ട് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് അസുഖങ്ങളും ഒന്നും പെട്ടെന്ന് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ ഞാൻ ബേബീനെ ഡ്രസ്സൊന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുട്ടികൾ ന്യൂ ബോൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെപ്പോഴും തുണികൾ മക്കൾക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബനിയൻ മെറ്റീരിയലും അല്ലെങ്കിൽ ഇതതുപോലെ മസ്ലിൻ ക്ലോത്ത്സ് എന്ന് പറയും. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടിക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് അവൾക്ക് നല്ല സുഖം ഉണ്ടാവും. അങ്ങനത്തെ തുണികൾ നോക്കുക. പിന്നെ നെറ്റിൻ്റെ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് നെറ്റാണ് ഉള്ളത്, റഫും സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കുക. പിന്നെ പാൻറ്റീസ് എടുക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക. ഈ ഒരു ഷേപ്പ് ഞാൻ എടുക്കാറില്ല. പിന്നെ ഇതിൽ അറ്റത്തിൽ ഈ ഒരു ലേസ് കണ്ട ഇതുപോലെയുള്ള ലേസുള്ള പാൻറ്റീസ് എടുക്കാതെ ഞാൻ വന്നിട്ട് ഇതുപോലെ ട്രൗസർ പോലെയുള്ള പാൻറ്റീസാണ് എടുക്കുക കേട്ടോ. സൈഡിൽ എലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഭാഗത്ത് എലാസ്റ്റിക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്ക് കുത്തില്ല, അതുപോലെയുള്ള ഗുണങ്ങളുണ്ടാവും. പിന്നെ ഇതാവുമ്പോൾ കുട്ടികൾ അപ്പിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടൂല, അങ്ങനത്തെ ഒരു ഗുണവും കൂടിയുണ്ട്. അപ്പോൾ ഈ 2 ഷേപ്പും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് കുട്ടികൾക്ക് തോന്നിയത് ഈ ഒരു ട്രൗസർ ഷേപ്പിലുള്ള ഷെഡുകൾ തന്നെയാണ്. പെൺകുട്ടിക്കാണെങ്കിൽ ആൺകുട്ടിക്കാണെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടില്ലേ, ഇത് നമ്മുടെ റനക്കുട്ടീൻ്റെ ഡ്രസ്സാണ് കേട്ടോ. എത്ര കൊല്ലമായിട്ട് ഞാൻ സൂക്ഷിച്ചേക്കണമെന്ന് അറിയാം. കുറേ കാലം ചുച്ചുക്കുട്ടിക്ക് ഒരുക്കി ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് വെച്ചു. പക്ഷേ ഇച്ചിരി ബേബിക്ക് ഇടാനും പറ്റിയിട്ടില്ല. പിന്നെ ഇത് വന്നിട്ട് ക്ലോത്ത് ഡേപ്പറാണ്, ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടർക്കിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് സൂക്ഷിക്കുക. 2 ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. മറ്റേ യെല്ലോ വന്നിട്ട് കുട്ടികൾക്ക് ഒരിക്കലും എടുക്കരുത്. കാരണം ന്യൂ ബോൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് അലർജി ഉണ്ടാകും. അപ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽ മസ്ലിൻ ക്ലോത്തിലും കിട്ടും, ഇങ്ങനത്തെ ക്ലോത്തിലും കിട്ടും. പിന്നെ ടർക്കിയൊക്കെ ഇതുപോലെ തുടയ്ക്കാനുള്ളതൊക്കെ ഈ പോലെ വൈറ്റിലെടുക്കുക. അപ്പോൾ എന്തെങ്കിലും അഴുക്കാണെങ്കിൽ അറിയാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേ ഞാൻ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് അലക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാനും വേണ്ടിയിട്ട് അത് അപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്കൊരു 8:30 ആകുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ പണികളൊക്കെ തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട്, ചിക്കൻ സോസേജാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇതെന്താ പറയുക, ഇതിൻ്റെ പേര് കോളിഫ്ലവർ. തിരക്ക് പിടിച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒന്നും ചിലപ്പോൾ കിട്ടൂല കേട്ടോ. അപ്പോൾ കോളിഫ്ലവറും കൂടെ ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വെക്കണം എന്നാണ്. നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്യും, മൈക്രോവേവിൽ കൊണ്ട് വെച്ചിട്ട് ഒരു 1.5 മിനിറ്റിന് ചൂടാക്കും. അപ്പോൾ ആ വെള്ളം നല്ല ചൂടാകുമ്പോൾ അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ വീണ്ടും വന്ന് ബാക്കിയുള്ള നമ്മുടെ സോസേജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഫ്രീസറിലുണ്ടായതാണ്. കുറേ നേരം എണീറ്റ ഉടനെ കുറേ നേരം പുറത്തെടുത്ത് വെച്ചു കേട്ടോ. ആ സമയത്ത് ഞാൻ പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ അതേ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പീൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പേരെന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇടേണ്ടി വരും. സോസേജ് റൈസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് വെക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വേണമായിരുന്നു. അപ്പോൾ റെഡ് ക്യാപ്സിക്കമാണ് ഉണ്ടായിരുന്നത്. അത് ഞാനിതേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 2 സവാളയാണ് വലുതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് രാവിലത്തെ പണിക്ക് പെട്ടെന്ന് വഴണ്ട് ഇട്ടാനും വേണ്ടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്യലാണ് നല്ലത്. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഓടിപ്പോയിട്ട് ഒരു ക്യാരറ്റ് ഒന്ന് ചീകി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചിടാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഒരു 2 തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കറണ്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടോ, മറ്റേന്ന് എടുത്തിട്ട് പെട്ടെന്നാവാനും വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ വെള്ളം ചൂടാക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചോറ് റെഡിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതിലേക്ക് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പച്ചമണവും പോയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസേജിന് അധികം വേവൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതേ ക്യാരറ്റ് ചീകി വെച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെൽ പെപ്പറും കൂടെ റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ബാസ്മതി റൈസാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല എല്ലാ അരിയിലും നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡായി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന വെള്ളമില്ലേ അതെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ നേരിട്ട് ഒഴിക്കാൻ പോയപ്പോഴാണ് ഓർത്തത് അരീൻ്റെ പാകം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനും വേണ്ടിയിട്ട്. നമ്മൾ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ടെങ്കിൽ 2 പാത്രം, അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതേ അളന്നിട്ട് ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുന്നത് ഈ ഒരു സ്റ്റൈലാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു റൈസും കൂടെ വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ 2 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയായി കിട്ടും. പച്ചവെള്ളമാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എന്നിട്ട് വെള്ളത്തിൽ ഉപ്പ് മതിയോ നോക്കുക. എന്നിട്ട് ഒരു നുള്ളു മാത്രം ഉപ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. എങ്കിലേ ചോറിൽ നന്നായിട്ട് ഉപ്പൊക്കെ കറക്റ്റായിരിക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. സോസേജ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാനും വേണ്ടിയിട്ടാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചിലർ ചോദിക്കുന്നുണ്ട് ഇത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ. ചിക്കനിൽ ഉണ്ടാക്കുന്ന സാധനമാണ്, ഹറാമല്ല, ഹലാലായ സോസേജാണ് കേട്ടോ അത്. ഞാൻ അതൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പാൻ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. പാന് ചൂടായതിന് ശേഷം 2 കഷ്ണം ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു കഷ്ണം ഞാൻ മാറ്റിയിട്ടെടുത്ത് എന്നിട്ട് ഇതിലേക്ക് സോസേജ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂടുതൽ മസാല കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഡിൽ ലീവ്സ് ഇല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മാത്രം മതി. നമുക്കൊരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ആ ഗ്യാപ്പിൽ പെട്ടെന്ന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് നമുക്ക് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക സോസേജ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദമ്മിലിടലാണ് പരിപാടി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂട് കുറവാക്കിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം കൂടി വറ്റിയിട്ട് നമുക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ആ ഗ്യാപ്പിൽ കൂടെ ഞാനിതേ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു എന്താ പറയുക കിംച്ചി എന്നൊക്കെ പറയില്ലേ, കൊറിയൻ ഫുഡില്ലേ ആ ഒരു സ്റ്റൈലിൽ ഇന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുക്കുംബറൊക്കെ. അവർ കഴിച്ചോളും. നിങ്ങളുടെ മക്കൾക്കും കൊടുത്ത് ശീലിപ്പിക്കുക. കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശായിട്ട് കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ടോളും. പെട്ടെന്ന് ഒരു ദിവസം എന്ത് കൊടുത്താലും മക്കൾ കഴിക്കൂല കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഡിൽ ലീവ്സ് കുറച്ചിത് മുകളിലിട്ട് കൊടുത്തു. നമ്മൾ മല്ലിയിലിടൂലേ അതുപോലെ അതിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബറില്ലേ പകുതി കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് കിംച്ചിയുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റും കൂടെ ചെറുതായിട്ട് ചീകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയ സോസ് അല്ല, ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അടുത്തതായിട്ട് സോയ സോസ്, പിന്നെ സെസമി സീഡും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് ടിൽ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലും ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ എത്ര മണിക്കൂർ വയ്ക്കുന്നോ അത്രയും അതിന് ടേസ്റ്റ് കൂടും. പക്ഷെ നമ്മളിതിപ്പോൾ രാവിലെ സ്കൂളിലേക്കല്ലേ കൊടുത്തു വിടുന്നത്. അപ്പോൾ സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴും ഉച്ചയാകുമ്പോഴേക്കും അതിലേക്ക് എല്ലാ മസാലയും ഇങ്ങോട്ട് പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ എന്താ പറയുക ടിഫിൻ ബോക്സിലേക്ക് ആക്കണം. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കി അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാലഡാണ് കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും ഉച്ചയ്ക്ക് നമുക്കും ഇതുപോലെ തൈര് കൂട്ടുന്നത് നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് കൊടുത്തു വിടുന്നത് പേരക്കയില്ലേ, അതാണ് കേട്ടോ. സബർജൽ എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല. അത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരുടെ സ്കൂളിൽ എല്ലാ കുട്ടികളും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ തന്നെയാണ് കേട്ടോ സ്നാക്സ് ടൈമിലൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. അപ്പോൾ അതേ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സ് ആക്കുകയാണ്. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര തിരക്ക് പിടിച്ച സമയമായിരിക്കും. കാരണം ഇത് ഷോർട്സിന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആകെ മൊത്തത്തിൽ തിരക്കായിരിക്കും. പിന്നെ ഹയാൻക്ക് ടിഫിനിൽ 2 പോർഷൻസും ചോറ് വെക്കുന്നുണ്ട്. റനാക്കും അതുപോലെ കുറച്ച് കൂടുതൽ വെക്കും. ചുച്ചുക്ക് കുറച്ച് കുറവായിരിക്കും. ഹെയ്സന് പിന്നെയും കുറച്ചും കൂടെ കൂടുതൽ വെക്കും കേട്ടോ. ഓരോരുത്തർ കഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ അതേ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ പേരയ്ക്ക വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ കിംച്ചിയാണ്. അത് ഈ ചെറിയൊരു സിലിക്കൺ ബൗളിലാണ് കേട്ടോ അതുപോലെ വെച്ച് കൊടുക്കുന്നത്, മറ്റ് ഫുഡിലാവാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ 4 ടിഫിൻ ബോക്സിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സോസേജ് പൊരിച്ചതാണ്. അതും കൂടെ ഇതുപോലെ എല്ലാറ്റിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത സമയത്ത് ഒരുപാട് മെസ്സേജുകൾ വരും കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെയാണ് പെട്ടെന്നൊരു മെസ്സേജ് കണ്ണിൽ പെട്ടത്. ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ സിലു കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല, ഡെയിലി കണ്ടിരുന്ന ഒരാളാണ്. 1.5 മാസമായി എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ്. എനിക്ക് വല്ലാതായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എത്ര വയസ്സായിരുന്നു ഹസ്ബൻഡിനെ എന്ന് ചോദിച്ചു. 38 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുട്ബോൾ കളിക്കാനും വേണ്ടി പോയ സമയത്ത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. 3 മക്കളാണ്. അങ്ങനെ കുറേ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കുറേ ദിവസമായിട്ട് മൊബൈലൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. ഖുറാൻ എടുത്ത് ഓതും. പിന്നെ പെട്ടെന്ന് മനസ്സൊക്കെ വല്ലാതാവുമ്പോൾ അങ്ങനെയാണ് സിലൂറിനോട് സംസാരിക്കണം എന്ന് തോന്നി, എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി എടുത്തതാണെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ഭയങ്കര വിഷമം തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്തുണ്ടാവുന്ന വിഷമങ്ങൾ പിന്നീട് ചിലപ്പോൾ അതായിരിക്കാം നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ആയി മാറുന്നത്. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സമാധാനിപ്പിച്ചു. അപ്പോൾ അവരതാണ് പറഞ്ഞത്. എനിക്കറിയായിരുന്നു സിലുനോട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സമാധാന വാക്ക് കിട്ടും, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മെസ്സേജ് ചെയ്തു കേട്ടോ. എനിക്കെന്താ അറിയില്ല, വല്ലാത്തൊരു വിഷമം. ഈ വീഡിയോ കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ആശ്വാസവാക്കോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം കേട്ടോ. ദുആ ചെയ്യുക അവർക്ക് പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ട്. മാനസികമായിട്ട് ശരിക്കും തകർന്നൊരവസ്ഥയിലാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. പിന്നെ അതേ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ വേഗം കുട്ടികളുടെ എന്താ പറയുക സ്നാക്സൊക്കെ ആക്കുകയാണ്. ഉണക്കമുന്തിരിയും അല്ല, ആകെ ടെൻഷനിൽ മാറിപ്പോയി. ഉണക്ക നെല്ലിക്ക അല്ലേ, അതും ബദാമുമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അവർക്ക് സ്നാക്സായിട്ട്. പിന്നെന്താണ്, പിന്നെ അയ്യോ ആ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വിഷമമായിപ്പോയി. നമ്മൾ പൊതുവേ ഭർത്താക്കന്മാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അവരെ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, വിധി അങ്ങനെ ആയിപ്പോയി. ആയുസ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ വാട്ടർ ബോട്ടിലും കൂടെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് പറഞ്ഞ പോലെ മുടി വെട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതൽ തിരക്കുകളിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ മുടിയും ഒന്നും എനിക്ക് കെയർ ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിയ സമയത്ത് പിന്നെ ശരി മുടി വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ നമ്മുടെ കിറ്റുകൾ ഇപ്രാവശ്യം ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല, ഇവിടെ കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ചും കൂടി ഉള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓണക്കിറ്റാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിക്ക് സക്സസ് ആവാനും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ പറയുക,
ചിലപ്പോൾ കേട്ട് കഴിയുമെങ്കിൽ ഇവൾക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് തോന്നിപ്പോവും. എനിക്കും തോന്നി എന്താ പഠിച്ചോരെ ഇങ്ങനെ പരീക്ഷണം തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ പഠിച്ചോൻ രക്ഷിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആൾ കരയാൻ തുടങ്ങി. നൈസിൽ ബൈക്കിൽ കയറാനൊക്കെ നോക്കിയതാണ് അവരുടെ കൂടെ സ്കൂളിലേക്ക് പോകാനും വേണ്ടിയിട്ട്. പിന്നെ ഞാനിതേ വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സന്തോഷ വാർത്തയും കൂടെ പറയാം. നമ്മുടെ റാബിക്കുട്ടീനെ ഇപ്പുറത്ത് നമ്മൾ ഒരു ഓപ്പൺ സ്പേസിലേക്ക് തുറന്ന് വിട്ടിട്ടുണ്ട്. അവളിപ്പോൾ അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനൊരു കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണം, ഒരു റാബിക്കുട്ടനെ ഒരു ഭർത്താവിനൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. പിന്നെ അതേ നമ്മുടെ റംബൂട്ടാൻ 2 മരം 5 വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ്. ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു 5-6 കിട്ടും. പക്ഷെ നന്നായിട്ട് കൊഴിഞ്ഞും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കായ്ച്ചിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കൈ കൊണ്ട് വെച്ച നമ്മുടെ ഒരു സംഭവം ഇതുപോലെ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും നമ്മുടെ മക്കൾക്ക് പറിച്ചു കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അൽഹംദുലില്ലാ. പിന്നെ ദേ ഉച്ചയ്ക്കുള്ള പണികളാണ് അടുത്തത്. രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ ആക്കിയതാണ്. പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ മാറ്റിയിട്ടാണ് ഞാൻ വേഗം സോസേജ് പൊരിച്ചത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിനെ പിടിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത് തട്ടി മാറ്റി. പിന്നെ ഇന്ന് ഉച്ചയ്ക്കിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക, ഈ സാധനങ്ങളുടെ പേരൊക്കെ പെട്ടെന്ന് മറന്നു പോകണോ. കൂന്തലുണ്ടായിരുന്നു. അപ്പോൾ കൂന്തലും പയറും കോളിഫ്ലവറാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കിലുള്ള മെയിൻ മെനു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതേ ഏച്ചു ബേബിക്ക് പൂവൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് നേരത്തിന് മാത്രമേ തലയിൽ പൂ നിന്നുള്ളൂ. അത് കഴിഞ്ഞത് അതങ്ങോട്ട് പറിച്ച് വീട് മൊത്തം നാശാക്കി തന്നു. ഞാൻ പിന്നെ ഇങ്ങനെ പൂവിനൊന്നും അങ്ങനെ പൈസ കൊടുക്കുന്ന ആളല്ല. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്ത അവരവിടെ നിന്ന് ആരോ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോഴേ വീഡിയോ ഇത്ര നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരടേ പ്ലീസ്. അപ്പോൾ അതേ ഞാൻ പൂ വെക്കാൻ പോവാണ് ഗൈസ്. എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ തലയിലേക്ക് പൂ വെക്കാൻ പോവാണ്. ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് വെക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കൂല കേട്ടോ. ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരുപാട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പൈസ ചിലവാക്കൂല. അതാ അപ്പോഴേക്കും നമ്മുടെ കിച്ചാമണികളൊക്കെ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ എൻ്റെ മകൻ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇന്നെന്തോ ഭാഗ്യത്തിന് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ വേഗം എന്ത് ചെയ്തു എന്നറിയോ, ഇവരുടെ വിശപ്പ് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. വേഗം ചോറ് വാരി കൊടുത്തു. കാരണം 5 മണിയാകുമ്പോഴേക്കും മദ്രസയ്ക്കുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യണം. ടീച്ചർ വരും. അപ്പോൾ ഫുഡ് കൊടുത്തതിന് ശേഷം അവരെ മദ്രസയ്ക്കും വിട്ടു. പിന്നെ അതിന് ശേഷം രാത്രി നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയി. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ശരിക്കും പുറത്തേക്ക് പോണത്. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പോകാറില്ല. ഷൂട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ വരലാണ് കേട്ടോ പരിപാടി. അപ്പോൾ അതേ നമ്മൾ വന്നിരിക്കുന്നത് ജോബീസ് മാളിലേക്കാണ്, പാലക്കാട്. അപ്പോൾ അവിടെ ഒരു അടിപൊളി ഒരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക സാധനങ്ങളും ആ ഷോപ്പിലുണ്ട്. കിഡ്സ് കെമ്പ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇത് ഞാൻ പ്രൊമോഷനായിട്ട് ഇടുന്നതല്ല. എനിക്ക് അവിടെ പോയപ്പോൾ അവരുടെ പെരുമാറ്റവും അവിടുത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേറെ, ഇത് ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ടിടുന്നതാണ്. ഇതുപോലെയുള്ള കുറേ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കിഡ്സ് കെമ്പിലേക്ക് പോവാം. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഹന എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. കാരമൽ കൊണ്ട് ഉണ്ടാക്കിയ എന്തൊക്കെയോ സംഭവം, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഡിങ് കേട്ടോ. അത് നമ്മൾ കഴിച്ചു നോക്കി. റാഗിയും എനിക്ക് തോന്നുന്നു ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള പുഡിങ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ അതൊക്കെ കൊടുത്തു. നല്ല അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പുറത്ത് ഈ സംഭവം റാഗിയും കൊക്കോ പൗഡറും പോലെ ഉണ്ട്. എന്താണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. നട്ട്സൊക്കെ ആയിട്ട് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫ്രഷ് ജ്യൂസ്, മാംഗോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ ഓരോരുത്തർക്ക് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോഴേക്കും അതിൻ്റെ ഓണർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് പരിചയമുണ്ട്, എനിക്കും പരിചയമുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ചു. പിന്നെ ഈ ഒരു സംഭവം ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പാലക്കാട് വേറെ എവിടെയും കിട്ടൂല. എന്തോ ഒരു മൊജിറ്റോയാണ്. എന്താ പേര്, റെഡ് അങ്ങനെ എന്തോ ഒരു സംഭവം, മറന്നുപോയി ഗൈസ്. അപ്പോൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുക. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും ഇടാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.